ഹലോ ഫ്രണ്ട്സ്, വെരാ സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇൻഫ്രാസ്ട്രക്ചർ. കഴിഞ്ഞ ദിവസം നമ്മൾ 2 ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി, നോട്ട്സിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. നമുക്ക് നോക്കാം എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ആൻ ഇക്കോണമി ഇൻക്ലൂഡ്സ് ട്രാൻസ്പോർട്ട്, എനർജി, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്. ഇതൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ കാണുന്ന ഈ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയും. 2 തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറാണ്. ഒന്ന് ഇക്കണോമി, 2 സോഷ്യൽ. ഇക്കണോമിയിൽ വരുന്നത് എനർജി, ഊർജം, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ. സോഷ്യലിൽ വരുന്നത് ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്. ഇനി നമുക്ക് നോക്കാം ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മഹത്വം എന്താണ്? സപ്പോർട്ട്സ് ഇൻഡസ്ട്രിയലൈസേഷൻ. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ ഇത് സപ്പോർട്ട് ചെയ്യും. കാരണം ഒരു റോഡ് വന്നാൽ, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ അത് സഹായിക്കും. സപ്പോർട്ട്സ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. നമ്മുടെ കൃഷി രംഗത്ത് വികസനം കൊണ്ടുവരാൻ ഇത് സഹായിക്കും. കാരണം റൂറൽ ഏരിയയിൽ നല്ല റോഡ് ഉണ്ടെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ സെക്ടറിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും. ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഇൻപുട്സ്. നല്ല ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇൻക്രീസസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിത നിലവാരം മാറും. പ്രൊവൈഡ്സ് ബെറ്റർ ഹെൽത്ത് കെയർ സിസ്റ്റം. നല്ല രീതിയിലുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. അതായത് നല്ല നല്ല ഹോസ്പിറ്റൽസ് വരും. റെഡ്യൂസസ് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അവിടെ ദാരിദ്ര്യം കുറയും, അതുപോലെ തന്നെ ജോലിയില്ലായ്മ കുറയും. ഇൻഫ്രാസ്ട്രക്ചർ ഈസ് ബാക്ക് ബോൺ ഓഫ് ദി നേഷൻ. ഒരു രാജ്യത്തിൻ്റെ ബാക്ക് ബോൺ, നട്ടെല്ല് എന്ന് പറയുന്നത് നല്ല ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് എനർജി 2 കമേർഷ്യൽ സോഴ്സസ് ഓഫ് എനർജി, നോൺ കമേർഷ്യൽ സോഴ്സസ് ഓഫ് എനർജി. നമുക്കത് നോക്കാം. ഏതൊക്കെയാണ് കമേർഷ്യൽ, ഏതൊക്കെയാണ് നോൺ കമേർഷ്യൽ എനർജി. സോഴ്സസ് ഓഫ് എനർജി ഇവിടെ ഡീറ്റെയിലായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് കൺവെൻഷണൽ സോഴ്സസ് ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സസ് ആണ്. കൺവെൻഷണൽ സോഴ്സസിലാണ് കമേർഷ്യൽ ആൻഡ് നോൺ കമേർഷ്യൽ വരുന്നത്. കോൾ, പെട്രോളിയം, ഇലക്ട്രിസിറ്റി ഇത് കമേർഷ്യലാണ്. നോൺ കമേർഷ്യൽ ഫയർവുഡ്, അഗ്രികൾച്ചർ വേസ്റ്റ്, അതുപോലെ തന്നെ അനിമൽ ഡങ്ക്, ഇതൊക്കെ നോൺ കമേർഷ്യൽ ആയിട്ടുള്ള സോഴ്സസ് ആണ്. നോൺ കൺവെൻഷണൽ സോഴ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഡിഫറൻസ്. കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയുന്നത് ട്രഡീഷണൽ സോഴ്സസ് ഓഫ് എനർജിയാണ്. പണ്ട് മുതലേ ആളുകൾ ഫോളോ ചെയ്ത ഒരു മെത്തഡാണ്. 2 ദ സോഴ്സസ് ഓഫ് എനർജി ആർ നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ അല്ലാത്ത ഒരു എനർജിയാണ്, റിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ജനറേഷൻ ഓഫ് എനർജി ഈസ് എക്സ്പെൻസീവ്. കൂടുതൽ ചിലവുള്ള ഒരു എനർജിയാണ്. ദേ കോസ് ലാർജ് സ്കെയിൽ പൊല്യൂഷൻ ഇത് കാരണമാവും. അതുപോലെ നമുക്ക് നോക്കാം നോൺ കൺവെൻഷണൽ സോഴ്സസ് എന്താണ്. റീസെൻ്റ്ലി ഡെവലപ്ഡ് സോഴ്സ് ഓഫ് എനർജിയാണ്. ഈയിടെയായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സോഴ്സ് ഓഫ് എനർജിയാണ് എനർജി ഫ്രം സൺ, വിൻഡ്, വാട്ടർ, ഇതൊക്കെ. അതുപോലെ തന്നെ ഇത് റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. അതുപോലെ ഇനീഷ്യലി കോസ്റ്റ് ഓഫ് ജനറേഷൻ ഈസ് ഹൈ. തുടങ്ങുന്ന സമയത്ത് കൂടുതൽ ചെലവിടേണ്ടി വരും, പക്ഷേ പിന്നീട് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു എനർജിയായി മാറും. അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതുകൊണ്ട് പൊല്യൂഷൻ അവിടെ ഇല്ല. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഇനി നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ കമേർഷ്യൽ എനർജി ആൻഡ് നോൺ കമേർഷ്യൽ എനർജി. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. കമേർഷ്യൽ എനർജി ഹാസ് ഗ്രേറ്റ് ഇക്കണോമിക് വാല്യൂ. കൂടുതൽ ഇക്കണോമിക് വാല്യൂ ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ കൂടുതലായി നമ്മുടെ ചുറ്റുപാടിൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു എനർജിയാണ്. നമ്മുടെ പ്രകൃതിയിൽ കൂടുതലായി ലഭിക്കാത്ത ഒരു എനർജി. ദിസ് ടൈപ്പ് ഓഫ് എനർജി ആർ ലിമിറ്റഡ് ഇൻ നേച്ചർ ആൻഡ് ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഇൻ ദ പ്യൂരിഫിക്കേഷൻ. അതായത് കൂടുതൽ നമ്മൾ മൂലധനം നിക്ഷേപിക്കേണ്ട ഒരു എനർജിയാണ്. ചിലവ് കൂടുതലാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അർബൻ ആസ് വെൽ ആസ് റൂറൽ ഏരിയ. 2 പ്രദേശങ്ങളിൽ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അർബൻ ഏരിയയിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ റൂറൽ ഏരിയയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആൻഡ് ന്യൂക്ലിയർ എനർജി. ഇതാണ് കമേർഷ്യൽ എനർജി. നോൺ കമേർഷ്യൽ എനർജി ഈസ് ചീപ്പർ. അതായത് ചെറിയ വിലയ്ക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ്. കാരണം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഈ എനർജി ഉണ്ട്. ദിസ് ഈസ് പ്യൂർ ആൻഡ് കീപ്സ് ദി എൻവിറോൺമെൻറ്റ് ക്ലീൻ. ഇതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല. നമ്മുടെ പ്രകൃതിയിൽ ലഭ്യത കൂടുതലുള്ള ഒരു എനർജിയാണ്.
ഇത് റോ ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഇൻ റോ ഫോം ആൻഡ് ഡോമിനൻ്റ്ലി യൂസ്ഡ് ഇൻ റൂറൽ ഏരിയ. ഇറ്റ് ഈസ് ഡോമിനൻ്റ്ലി യൂസ്ഡ് ഇൻ റൂറൽ ഏരിയ. ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു എനർജിയാണ്. ഇതിൽ അഗ്രികൾച്ചർ വേസ്റ്റ് വരുന്നുണ്ട്, ഫയർ വുഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൗ ഡങ്ക് വരുന്നുണ്ട്, കോൾ വരുന്നുണ്ട്. ഇതൊക്കെ നോൺ കമേർഷ്യൽ എനർജിയാണ്. ഡിഫറൻസ് ആണ് കമേർഷ്യൽ എനർജി അതുപോലെ തന്നെ നോൺ കമേർഷ്യൽ എനർജി. റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി. ദീസ് സോഴ്സസ് ഓഫ് എനർജി ക്യാൻ ബി യൂസ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ ലഭ്യത കൂടുതലുള്ള ഒരു എനർജിയാണ്. ഇതുകൊണ്ട് പൊല്യൂഷൻ ഇല്ല. ഇതിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോളർ എനർജി, വിൻഡ് എനർജി, ഇതൊക്കെയാണ്. നോൺ റിന്യൂവബിൾ സോഴ്സസ് ഓഫ് എനർജി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കൂടുതലായി ലഭിക്കാത്ത ഒരു എനർജിയാണ്. അതുപോലെ അറ്റ്മോസ്ഫിയറിന് കൂടുതൽ പൊല്യൂഷൻ സൃഷ്ടിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് കോൾ, പെട്രോളിയം ആണ്. ഇനി നമുക്ക് നോക്കാം സോഴ്സസ് ഓഫ് ഇലക്ട്രിക് പവർ. ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, തെർമൽ ഇലക്ട്രിസിറ്റി, ന്യൂക്ലിയർ പവർ, ടൈഡൽ എനർജി, വിൻഡ് എനർജി, സോളർ പവർ. ഇതൊക്കെ സോഴ്സസ് ഓഫ് ഇലക്ട്രിക് പവറാണ്. കമേർഷ്യൽ എനർജി കൺസംഷൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ജനറേഷൻ ഇൻ ഇന്ത്യ. തെർമൽ എത്രയാണ്, ഹൈഡ്രോ എത്രയാണ്, ന്യൂക്ലിയർ എത്ര, അതർ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ചാലഞ്ചസ് ഓഫ് പവർ സെക്ടർ. പവർ സെക്ടറിലുള്ള ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇൻസഫീഷ്യൻറ്റ് കപ്പാസിറ്റി ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. ശരിയായ രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാമർഥ്യം ഇല്ലാത്ത ഒരവസ്ഥ. 2, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് ഓഫ് ഇലക്ട്രിക് പവർ. ശരിയായ രീതിയിൽ വിതരണം നടക്കാതെ വന്നത്. ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് കൃത്യമായി ലഭിക്കാതെ വന്നത്. അസംസ്കൃത വസ്തു. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പവർ സെക്ടർ. പവർ സെക്ടറിൽ ഗവൺമെൻറ് കൂടുതലായി നിക്ഷേപം ചെയ്തില്ല. പ്രോബ്ലംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ്റെ ഒരു പ്രോബ്ലം കൂടി അവിടെ ചാലഞ്ചായി വന്നു. ഇനി മെഷേഴ്സ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഓഫ് പവർ സെക്ടർ. എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യാം? അതിന് ഒന്നാമത്തെ സജഷൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് പ്രൊമോട്ട് ദ യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്. റിന്യൂവബിൾ എനർജി സോഴ്സിന് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാം. അതുപോലെ ഫൈൻഡ് ന്യൂ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. വേറെ രീതിയിൽ ഈ പറയുന്ന അസംസ്കൃത വസ്തു ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇൻക്രീസ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഗവൺമെൻറ് കൂടുതലായി ഇൻവെസ്റ്റ് ചെയ്താലാണ് കൂടുതലായിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഫോളോ ദ സ്ലോഗൻ സേവ് എനർജി. ഈ സ്ലോഗൻ കൂടുതലായി നമ്മൾ ഫോളോ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറയുന്നത്.